15 വർഷം ശശി തരൂർ തിരുവനന്തപുരത്ത് MP ആയി പ്രവർത്തിച്ചിട്ടും വെറും 15 ദിവസം കൊണ്ട് തിരുവനന്തപുരത്തുകാരുടെ മനസ്സ് പൂർണ്ണമായിട്ട് കവർന്നിരിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കാര്യം എല്ലാവരും ഇപ്പോൾ സമ്മതിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് വേണ്ടത്. തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ഇവിടെ അവർക്ക് അതിനെല്ലാം പരിഹാരം കാണാൻ കഴിയുന്ന ഏറ്റവും മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നമുക്ക് ലഭിച്ചു എന്നുള്ള സന്തോഷം ജനങ്ങൾ ഇന്ന് കൂട്ടത്തോടെ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് സത്യം. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, രാജേട്ടൻ ഇന്ന് പുതുതായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പ്രഗത്ഭരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചേരുകയാണ്. ഒരു കാലത്ത് ഞാനൊക്കെ വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ഒരു മുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് സമയത്തും തമ്പാനൂരിലും നഗരത്തിലും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശ്രീ കെ കരുണാകരന്റെ ഒരു നിഴലായി, കെ കരുണാകരന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം കൂടെ കോൺഗ്രസിനകത്ത് ഏറ്റവും സജീവമായി പ്രവർത്തിച്ച് പിന്നീട് മുരളീധരനോടൊപ്പവും എല്ലാ KPCC അധ്യക്ഷന്മാരോടൊപ്പവും ഇന്ദിരാഭവനിൽ സ്ഥിരമായി കോൺഗ്രസിന്റെ ഒരു ചിരിക്കുന്ന മുഖം ശ്രീ തമ്പാനൂർ സതീഷ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുകയാണ്. DCCയുടെ ജനറൽ സെക്രട്ടറി ഉദയൻ നമുക്കറിയാം, കോൺഗ്രസ് നേതാക്കന്മാരുടെ അഴിമതിക്കെതിരായിട്ട് വലിയ പോരാട്ടം ആ പാർട്ടിക്ക് അകത്തു നിന്ന് നടത്തി അദ്ദേഹവും മോദിയുടെ പാതയിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. ശ്രീമതി പത്മിനി തോമസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന്റെ ഏറ്റവും സ്പോർട്സ് രംഗത്ത് അവരുടെ സ്പോർട്സ് കൌൺസിലിന്റെ പ്രസിഡന്റായിരുന്നു. കോൺഗ്രസിന്റെ സംസ്ഥാന സ്പോർട്സ് വിഭാഗത്തിന്റെ അധ്യക്ഷയായിരുന്നു. അർജുന അവാർഡ് നേടിയിട്ടുണ്ട്. എല്ലാ നിലയിലും ഒരു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവാണ്. അങ്ങനെ നിരവധി ശ്രീ സോളമൻ, നമ്മുടെ കൌൺസിലറായിരുന്ന സോളമൻ, അവരുടെ അനുയായികളെല്ലാം ഇന്ന് പാർട്ടിയിൽ ചേരുകയാണ്. ശ്രീമതി പത്മജ വേണുഗോപാൽ പാർട്ടിയിൽ ചേരുന്ന ദിവസം ഞാൻ പറഞ്ഞിരുന്നു, മാരാർജി ഭവന്റെ ഔപചാരികമായിട്ടുള്ള പത്രസമ്മേളനം, ആദ്യത്തെ പത്രസമ്മേളനം ശ്രീമതി പത്മജ വേണുഗോപാലിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഒരു നല്ല ലക്ഷണമാണ്. ഇനി എല്ലാ ദിവസവും കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ വരും, നേതാക്കന്മാർ വരും. കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ നഷ്ടമായിരിക്കും. കോൺഗ്രസ് തകർച്ചയുടെ വക്കിലാണ്, ഈ കേരളത്തിലടക്കം. ദേശീയതലത്തിൽ കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്തവണയും വയനാട്ടിൽ തന്നെ വന്ന് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. പക്ഷേ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കേരളത്തിൽ കോൺഗ്രസ് കുറച്ചു കാലം കൂടി സർവൈവ് ചെയ്യും. അങ്ങനെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതില്ല. ഈ 2024 തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും കോൺഗ്രസ് നശിച്ച് നാമാവശേഷമാവും, തകർത്ത് തരിപ്പണമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താ കാരണം? എത്രമാത്രം നീചമായ ഒരു രാഷ്ട്രീയമാണ് അവർ നടത്തുന്നത്. ഇന്നലെ പത്തനംതിട്ടയിൽ നിന്നുള്ള MP, അദ്ദേഹം ഇപ്പോഴും സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം പറയാണ് 42 ബലിദാനികൾ, പുൽവാമയിലെ വീരബലിദാനികൾ, പുൽവാമയിൽ പാകിസ്ഥാൻ ഒരു ഉത്തരവാദിത്വവും ഇല്ല, മോദി ഉണ്ടാക്കിയതാണ് പുൽവാമ ഭീകരാക്രമണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടി മോദിയാണ് പുൽവാമയിൽ ഭീകരാക്രമണം നടത്തിയത് എന്ന് ഒരു കോൺഗ്രസിന്റെ MP പറയുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാത്മാഗാന്ധിയുടെ പൈതൃകം അവകാശപ്പെടുന്ന ഒരു കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്. നോക്കൂ, യഥാ രാജ തഥാ പ്രജ എന്നാണ്. കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ ജി എന്ന് വിളിച്ച്, ഇന്ദിരാജി, രാജീവ് ജി എന്നൊക്കെ വിളിക്കുന്നത് പോലെ ജി എന്ന് വിളിച്ച് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് രാജ്യദ്രോഹത്തിന്റെ, ദേശവിരുദ്ധതയുടെ, ഈ നാടിനെ ഛിന്നഭിന്നമാക്കാനുള്ള തുക്കടെ തുക്കടെ ഗ്യാങ്ങിന്റെ നേതാവായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധിയും അവരുടെ അനുയായികളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആന്റണിയുടെ ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ല. ഈ നാടിനെതിരാണ് കോൺഗ്രസ്. ഈ രാജ്യത്തെ ഛിന്നഭിന്നമാക്കുന്ന ശക്തികളോടൊപ്പമാണ് കോൺഗ്രസ്. വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ പ്രചാരണം നടത്തുകയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഇന്ത്യ തകരണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യ നശിക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ അങ്ങനെയാണ്. ഇന്ത്യ ഒരു ഇന്ത്യ അല്ല എന്നാണ് അവർ പറയുന്നത്. അനേകം നാട്ടുരാജ്യങ്ങളുടെ ഫെഡറേഷനാണ്.
ഇന്ത്യക്ക് ഒരു ദേശീയത ഇല്ലെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. പക്ഷെ കോൺഗ്രസ് ഇങ്ങനെ പറയാമോ? കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഒരു പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കേണ്ടതായിരുന്നു. അവരതിന് തയ്യാറില്ല. പിണറായി വിജയനുമായി സന്ധി ചേർന്ന് എല്ലാ കേസുകളിലും കോൺഗ്രസ് അവരുടെ ഉത്തരവാദിത്തം മറന്നിരിക്കുന്നു, പ്രതിപക്ഷ ധർമ്മം മറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ വരുന്നത്. ഇവിടെ രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്നോ എന്തെങ്കിലും അധികാര സ്ഥാനങ്ങൾ വെച്ച് നീട്ടിയിട്ടോ അല്ല. കോൺഗ്രസിലെ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള നേതാക്കൾ ഓരോന്നോരോന്നായി കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച് നരേന്ദ്രമോദിയോടൊപ്പം അണിനിരക്കുന്നത് അവർ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി മോദിക്ക് മാത്രമേ സാധിക്കൂ. കേരളത്തെ രക്ഷപ്പെടുത്താൻ ഇനി മോദിക്ക് മാത്രമേ സാധിക്കൂ എന്നറിയുന്നത് കൊണ്ടാണ്.